കർണാടക ധർമ്മസ്ഥലയിലെ മുൻ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിൽ ഇന്ന് മണ്ണ് നീക്കം ചെയ്തുള്ള പരിശോധനയില്ല. ശേഷിക്കുന്ന 3 സ്പോട്ടുകളിൽ നാളെ പരിശോധന നടത്താനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കം. 10 സ്പോട്ടുകളുടെ പരിശോധന കഴിഞ്ഞു. 6-ാം നമ്പർ സ്പോട്ടിൽ നിന്ന് മാത്രമാണ് അസ്ഥികൾ ലഭിച്ചത്. വിവരങ്ങളുമായി ധർമ്മസ്ഥലയിൽ നിന്ന് മുഹമ്മദ് റഹീസാണ് ചേരുന്നത്. റഹീസ്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഈ പരിശോധന നടക്കുന്നില്ലല്ലോ, എന്താണ് ഈ പരിശോധന ഇന്നത്തേക്ക് നിർത്തിവെക്കാൻ കാരണം? നാളെ പരിശോധന നടക്കുക എവിടെയൊക്കെയാണ്? മോർണിംഗ് ക്രിസ്റ്റീന. തുടർച്ചയായി 5 ദിവസത്തെ പരിശോധന കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല 10 സ്പോട്ടുകളിലെ പരിശോധന ഇതുവരെ നടത്താനും കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് ഞായറാഴ്ച കൂടിയാണ്. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് പരിശോധന ഇന്നത്തേക്ക് മാറ്റിവെച്ചതെന്നാണ് അന്വേഷണ സംഘത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരം. മാത്രമല്ല ഇനി പരിശോധന അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. 3 സ്പോട്ടുകൾ മാത്രമാണ് പരിശോധിക്കാനുള്ളത്. അപ്പോൾ അത് നാളെയും മറ്റന്നാളുമായിട്ട് നടത്തും. അല്ലെങ്കിൽ നാളെ അസ്ഥികൾ ലഭിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ സ്പോട്ടിൽ മാത്രമായിരിക്കും പരിശോധന. അത് കഴിഞ്ഞിട്ട് പിന്നീട് മറ്റു സ്പോട്ടിലേക്ക് മാറാനാണ് നീക്കം. അല്ല എന്നുണ്ടെങ്കിൽ നാളെയും മറ്റന്നാളും ഒക്കെയായി ആദ്യഘട്ടത്തിലുള്ള ഈ സ്പോട്ട് മാർക്ക് ചെയ്തിട്ടുള്ള സ്ഥലങ്ങളൊക്കെയും പരിശോധിച്ച് തീർക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ അത് പൂർത്തിയാക്കിയതിനു ശേഷം പിന്നീട് 6-ാം സ്പോട്ടിൽ നിന്ന് ലഭിച്ച അസ്ഥികളുടെ ഒക്കെയും ഒരു ഫോറൻസിക് പരിശോധനാ ഫലം പുറത്തു വന്നതിന് ശേഷമാകും പിന്നീട് പരിശോധന എപ്പോഴാണ്, അല്ലെങ്കിൽ ഇനിയും മാർക്ക് ചെയ്യാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട്, അതൊക്കെയും എപ്പോഴാകുമെന്ന് പിന്നീടാകും SIT തീരുമാനിക്കുക. ഇതിനിടയിൽ ഈ അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ ഉയർന്ന ഒരു പരാതിയുണ്ട്. ആ പരാതിയിലും ഇപ്പോൾ കാര്യമായിട്ടുള്ള ഒരു അന്വേഷണമാണ് SIT നടത്തുന്നത്. ആ ഉദ്യോഗസ്ഥരിൽ നിന്ന് ഒരുപക്ഷെ വിശദീകരണം തരാൻ സാധ്യതയുണ്ട് എന്നും പറയപ്പെടുന്നുണ്ട്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അതും ഒരു വലിയ വിവാദമായി ഉയർന്നു വരും. നിലവിൽ എന്തായാലും ഈ ഒരൊറ്റ സ്പോട്ടിൽ നിന്ന് മാത്രം അസ്ഥി ലഭിച്ചത് അത് ഈ സാക്ഷി പറയുന്നതുമായി ബന്ധപ്പെട്ടുള്ള അത്ര വലിയൊരു ആരോപണം ഇല്ല എന്നുള്ള തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. എന്തായാലും നിലവിൽ ഈ ഇന്നലെ ധർമ്മസ്ഥലയിൽ എന്തായാലും ഇന്ന് മണ്ണ് നീക്കിയുള്ള പരിശോധനയില്ല. മുഹമ്മദ് റഹീസാണ് വിശദാംശങ്ങൾ നൽകിയത്. ഈ കുറ്റകൃത്യങ്ങൾ നടന്നുവെന്ന് പറയുന്ന കാലഘട്ടം, ഒപ്പം തന്നെ പിന്നീട് സംഭവിച്ച പ്രകൃതി ദുരന്തങ്ങൾ, ഇതൊക്കെ അന്വേഷണ സംഘത്തിന് മുന്നിലെ വെല്ലുവിളികളാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.